പിന്നല്ലാതെ എന്നാത്തിനാ നക്കാപ്പിച്ച കാശ്മീർ പണിക്ക് പോകുന്നത്? വീട്ടിലിരുന്ന പോരെ. ഇത്തരം വർത്താനം വേണ്ട വിവേകെ, ഞാൻ എപ്പോഴും പറയാറുള്ളല്ലേ. ഓ വിട്ട്. ഞാൻ ഫുഡ് കൊടുത്തേച്ചും അമ്മ കഴിച്ചില്ല, നീ വരട്ടെന്ന്. അതെന്താ വിവേക് ഫുഡ് വന്നിട്ട് മമ്മ കഴിക്കാന്? ഓ, അയാൾ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? ജോണച്ചായ ഉണ്ടായിരുന്നു ഇവിടെ. നിനക്കൊരു കുപ്പി ബീർ വാങ്ങിപ്പിച്ചായിരുന്നു. ഒരു മൂടിന് ഒരു ഗ്ലാസ് വേണമെന്നും അമ്മയോട് ചോദിച്ചു. മമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. മമ്മയുടെ അവസ്ഥ വിവേകിന് അറിഞ്ഞൂടെ? അപ്പോഴാണോ ഇവക തമാശ? മമ്മ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വെച്ചു. വേണ്ട, ഞാനത് അപ്പോഴേ വിട്ട്. ഇത് മമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ, ചിക്കൻ സൂപ്പ്. അതെങ്കിലും കഴിക്കാൻ പറയാം മമ്മയോട്. തരട്ടെ മമ്മ? നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ഒരുമിച്ച് കഴിക്കാം. മമ്മ കഴിക്കും. എനിക്കൊന്നും വേണ്ട, നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. അതെങ്ങനെയാ ശരിയാവുന്നേ? ഡാനിക്കും കൂടി വേണ്ടി ഞാൻ ആ ഫുഡ് ഉണ്ടാക്കി. കുളിച്ച് ഫ്രഷായി നല്ല കിടുവായി വന്നേ. ആഹാരം നമുക്കൊന്ന് ഒരുമിച്ച് കഴിക്കാം. വിവേക് കഴിച്ചോ? ഞാനിത് മമ്മയ്ക്ക് കൊടുക്കട്ടെ. ശരി വിവേക്. സോറി മമ്മ. എനിക്ക് അവളുടെ പ്രസൻസ് ഒട്ടും പിടിക്കുന്നില്ല മോളെ. ഞാൻ എന്ത് ചെയ്യാനാ മമ്മ? എങ്ങനെയാ ഞാൻ അയാളോട് പറയാ? മമ്മയ്ക്ക് എല്ലാം അറിയാവുന്നതല്ലേ. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഷൂട്ടിംഗ്? എന്ത് ഷൂട്ട്? ആസ് യൂഷ്വൽ, ഒരു ഡയലോഗ്. ശരി സാർ, യെസ് സാർ, അത്ര തന്നെ. മമ്മയുടെ പടക്കം അറിയോ? ഇത് കൂടി നിനക്ക് വേണ്ടി ഒഴിച്ച. എനിക്കൊന്നും വേണ്ട. ഏയ്, ആ ഇതെന്നാ പരിപാടിയാ? കുളിച്ച് ഫ്രഷായി ഇതാ ഇതിട്ടുണ്ട്. എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ, പക്ഷെ എന്റർടൈൻമെന്റുകളൊക്കെ കഴിഞ്ഞിട്ട്. ഇന്ന് എനിക്ക് ഒന്നിനും വയ്യ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? 3-4 ദിവസമായില്ലേ പോയിട്ട്. അവിടെ എന്താ ഭാര്യ ഒന്നിനും സമ്മതിക്കത്തില്ലേ? അതൊരു വഴിപാടല്ലേ മോളെ? അതുപോലാണോ നീ? യു ആർ സംതിങ് വെരി ഹോട്ട്. വേണ്ട, സുഖിപ്പിക്കണ്ട. എണീറ്റേ ചെല്ലേ, എഴുന്നേൽക്ക്. വിട്. ഇങ്ങോട്ട് എണീറ്റേ. വിവേക്, കുളിച്ച് ഫ്രഷായിട്ട് വാ. മടി. എന്നാ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖക്കിളിവാതിൽ അടയ്ക്കുകയില്ല. ഹലോ വിവേകേട്ടൻ വല്ല ലേഹ്യം പുറത്ത് മറന്നു വെച്ചായിരുന്നോ? എന്നാ ലേഹ്യം അത്? മോളെടുത്ത് കഴിച്ച അവള് തൂച്ചലോട് തൂച്ചല. പാവത്തിന് ഇന്ന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. വിവേകേട്ടൻ കഴിക്കുന്ന ലേഹ്യമൊക്കെ എന്നാത്തിനുള്ളതാന്ന് എന്നോട് ചോദിച്ചു. ഛേ, ആകെ നാണക്കേടായി. നീ ഒന്ന് ഫോൺ വെച്ച്. കൂടുതലാണെങ്കിൽ അവളെ വല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോ. രാവിലെ ഞാൻ കഴിച്ചിട്ട് അലമാരിക്കകത്ത് വെച്ചതാണല്ലോ. പിന്നെ ഏതിലേക്ക് എടുത്താണോ കഴിച്ചത്? ഇനി വെക്കാൻ മറന്നാണ്. അടയ്ക്കുകയില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല. കളിക്കില്ല വിവേക്, എനിക്ക് ഉറങ്ങണം. അതിനാണോ ഇപ്പൊ കുറിച്ച് ഫ്രഷായി സുന്ദരിയായി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നേ? ഈ പാട്ടൊന്ന് ഓഫ് ചെയ്യോ? എന്നും രാത്രി ഇത് തന്നെ. ഈ പാട്ടല്ലേ മോളെ നമ്മുടെ ഇൻസ്പിറേഷൻ. ഓ, ഞാൻ എപ്പോഴും പറയുന്നല്ലേ ഈ സ്മെൽ എനിക്ക് ഇഷ്ടമല്ലാന്ന്. ഈ സ്മെല്ലാണ് എന്റെ ഫേവറേറ്റ് ഐറ്റം. എനിക്കതറിയാലോ. ഈ സ്മെല്ലും നിന്റെ ബോഡി സ്മെല്ലും കൂടി ചേരുമ്പോ അതാണ് അതിന്റെ കോമ്പിനേഷൻ. മതി, നിർത്ത് പ്രാന്ത്.
ഇന്നെന്നെ വേദനിപ്പിച്ച കൊല്ലി ഞാൻ. കൊല്ലണം. ഹലോ ദിവ്യ, ഞാൻ വിവേകാനന്ദൻ. ഹായ് സർ. ദിവ്യയുടെ ഫാദറിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓ താങ്ക് യു സർ. എന്റെ പ്രത്യേക ഇൻട്രസ്റ്റിലാന്നേ പേപ്പേഴ്സ് എല്ലാം എത്ര പേര് ശരിയായത് അറിയാലോ? ആ അറിയാം, വളരെ ഉപകാരം സർ. ഞാനിപ്പോൾ പാർലറിലാണ്, കുറച്ച് ലേറ്റ് ആവും. നാളെ വന്ന് വാങ്ങിക്കാം. അത് ബൈപ്പാസിലല്ലേ പാർലർ? ഞാൻ എന്തായാലും ആ വഴിക്ക് വരുന്നുണ്ട്. പേപ്പേഴ്സ് എൻ്റെ ഉണ്ടാവും, നമുക്ക് അവിടെ വെച്ച് കാണാം. അതല്ലേ സൗകര്യം? അയ്യോ സാറിന് ബുദ്ധിമുട്ടാവില്ലേ? എന്നാ ബുദ്ധിമുട്ട്? നമുക്ക് കുറച്ച് സംസാരിക്കുകയും ചെയ്യാലോ. ലൊക്കേഷൻ അയച്ചാൽ മതി. ഓക്കെ സർ. ഈ ദിവ്യ ബ്യൂട്ടീഷ്യൻ. ഓ ദിവ്യ മുരളീധരൻ അല്ലേ? ഇരിക്കൂ, വിളിക്കൂ. Today you look more pretty. സർ പേപ്പർ. ഓ ഞാൻ മറന്നു. താങ്ക് യു സർ. നമുക്ക് പുറത്തിറങ്ങി ഒരു കോഫി കഴിച്ചാലോ? അയ്യോ സർ, കസ്റ്റമർ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. വെറും ഒഫീഷ്യൽ പരിചയം മാത്രമാക്കണ്ട. ഷുവർ സർ. എന്നാ ഞാൻ ചെല്ലട്ടെ? ആ. ശരി. ഐഷു, നീ എവിടെയുണ്ട്? ഞാൻ മിഥുന്റെ സ്റ്റുഡിയോയിലുണ്ട്. എന്താടി? ഞാൻ അതിൽ വരട്ടെ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. എന്താ നിന്റെ ശബ്ദം വല്ലാതെ? ആകെ അപ്സെറ്റാ. പറയാം. നീ ഫ്രീ ആണോ? ഇവിടെ തിരക്കാ. എന്നാലും നീ വാ, നമുക്ക് അപ്പുറത്തെ കോഫി ഷോപ്പിൽ ഇരിക്കാം. എങ്ങനെയാ പിടിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും കേൾക്കെ മൈക്കിൽ കൂടെ അയാൾ ഇൻസൾട്ട് ചെയ്തത്. പോട്ടടാ, വിട്ടുകളാ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഐഷു. ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ മിസ് കൊച്ചിൻ, മിസ് കേരളയ്ക്ക് ബെസ്റ്റ് ഫോട്ടോജനിക് ഫേസ്, എല്ലാവരും കൂടെ ഇപ്പോൾ സിനിമയിൽ ഹീറോയിൻ ആവുമെന്ന് പറഞ്ഞ് പിരികേറ്റി. എത്ര ഓഡീഷന് പോയി, എത്ര പ്രൊഡക്ഷൻ കമ്പനിയിൽ കയറി ഇറങ്ങി. എത്ര നാളായി ശ്രമിക്കുന്നു. നടക്കൂലെന്ന് തോന്നിയപ്പോൾ നിവർത്തികേടുകൊണ്ടാ ഈ ചെറിയ റോളെന്നും പറഞ്ഞ് പോകുന്നത്. 500 1000 എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ അത് വലിയ എമൗണ്ടാണ്. മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാമല്ലോ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല. നിന്നോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഐഷു. പപ്പ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, മമ്മയുടെ ചികിത്സ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വിവേക. ഏത് വിവേക്? അങ്ങനെ ഒരാളുണ്ട് എൻ്റെ ജീവിതത്തിൽ. കുറച്ച് ആള് വന്നിട്ടുണ്ട്. സൂക്ഷിച്ചു. ഇതാണ് മോൾ ഡയാന. കൊച്ചിന്റെ മമ്മ ഹോസ്പിറ്റലാണ്, സുഖല്ലുണ്ട്, അഡ്മിറ്റ് ആണ്. അതാണ് മുറി. തുറന്നിട്ടേക്കണല്ലേ? വാ സാറേ. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടാ. ബാത്റൂം മാത്രം അപ്പുറത്താണ്. ഭയങ്കര കാറ്റാണ് കേട്ടാ, ഫാനൊന്നും വേണ്ട. ആ മോളെ, 6 മാസത്തെ അഡ്വാൻസ് 10,000 രൂപ പാടാ. പുള്ളി അമ്മയ്ക്ക്. പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു. മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന്. നമ്മുടെ കിച്ചനോടൊന്ന് ഉപയോഗിച്ചോട്ടും ചോദിച്ചു. അല്ല, ഭക്ഷണം പുള്ളി വെച്ച് കഴിച്ചോളൂ. ഏയ് അതൊക്കെ ബുദ്ധിമുട്ടാവും. കാലത്ത് 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, അത്രേ ഉള്ളൂ. എങ്കിൽ വാടക കൂട്ടി തരാന്ന്. എത്ര തരും? 15 പറയാം, മൂപ്പര് തരും. ഞാൻ മമ്മയോട് ചോദിക്കട്ടെ. എനിക്ക് എന്നാ കഴിക്കാനുണ്ട്? ഹേയ് ഞാൻ ഉണ്ടായിക്കോളാം. അതെന്നാ ഞാൻ ഉണ്ടാക്കിയാൽ കഴിക്കൂലേ? ഹേയ് അതുകൊണ്ടല്ല, ഉണ്ടായിക്കോ. ഇത് കഴിയട്ടെ.
ആ. ആ സമയത്താണ് മമ്മയുടെ ട്രീറ്റ്മെൻറ്റും സർജറിയും ഒക്കെ. മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ്. ഇടയ്ക്ക് ഞാനും അയാളും വീട്ടിൽ ഒറ്റയ്ക്കാവും. ഞാൻ കുറച്ച് മീൻകറി ഉണ്ടാക്കിയിരുന്നു, ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെയുണ്ട്? കൊള്ളാലോ, സൂപ്പർ. ആ. ഓഫീസിലേക്കാണോ? അതെ. മമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ തന്നെ. പോരുന്നോ? എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല. നാട്ടിൽ ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല. ആ ഫ്രാങ്ക്നെസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം. ക്രൈസിസിൻ്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും. പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാളും അമ്മയെ നോക്കി, അയാളുടെ അമ്മയെ പോലെ തന്നെ. അത് പക്ഷേ അയാൾ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്തു. ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു. തീരുമാനം എടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞതാ. പക്ഷെ ഞാൻ കേട്ടില്ല. ഒരു പ്രത്യേക ക്യാരക്ടർ അയാളുടെ. മദ്യം കഴിക്കില്ല, ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല. എനിക്ക് അയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഐഷു. ചിലപ്പോൾ ഭയങ്കര സ്നേഹം, അത് റിയൽ ആണോ അഭിനയാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല. ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നും. പെർവേർട്ടഡ് സെക്ഷൽ മേനിയ. അതില്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ. വൈഫിന്റെ അടുത്തും അയാൾ ഇങ്ങനെ ആവോ? അതറിയില്ല. ആയിരിക്കും. നിനക്ക് അറിഞ്ഞൂടെ, ഇതൊരു തരം അസുഖ. പാർട്ട്ണറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ. വെറുതെ എന്തിനാ സഹിക്കുന്നേ? അയാൾ ഒഴിവാക്കിക്കൂടെ നിനക്ക്? ഞാൻ ആലോചിക്കാറുണ്ട്. മമ്മയോട് പറയാൻ പറ്റാത്തോണ്ടാ. അതും കൂടെ താങ്ങാൻ പറ്റില്ല ആ പാവത്തിന്. ഞാൻ മോളുടെ പ്രോഗ്രാംസ് ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഇവള് കാണിച്ചു തരും. ആണോ? മമ്മയ്ക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. കുറെ പാട്ട് കേൾക്കും, പിന്നെ യൂട്യൂബും OTT മൂവീസൊക്കെ. ഞാൻ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ച് കൊടുക്കും. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ മാമ, കുറച്ച് തിരക്കുണ്ട്. ഓക്കെ. എപ്പോ എത്തും പുള്ളിക്കാരൻ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയ കുറെ ഉത്തേജക മരുന്നുകൾ വാങ്ങി വരും. നീ എനിക്ക് കുറച്ച് ക്യാഷ് തരുമോ? ഒരു 5000. നാളെ മമ്മയുടെ മരുന്ന് വാങ്ങിക്കണം. നല്ല വിലയാ. ഡബിങ് നടന്നെങ്കിൽ ഉണ്ടായിരുന്നേനെ. എല്ലാത്തിനും അയാളോട് ചോദിക്കാൻ ഒരു മടി. ഏ, ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യാം. ഡോണ്ട് വറി. ഓക്കെ. ഒരു വര വരച്ചു, ഒരു കുത്തിട്ടു. ഐ ഫോർ ഐസ്ക്രീം. ഗുഡ്. ഓക്കേടാ, അപ്പൊ ശരി. എടി മോളെ, നിന്റെ അച്ഛൻ അവിടെ നിൽക്കാൻ പറയണേ. ഇന്നേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അച്ഛമ്മ അമ്പലത്തിൽ പോയില്ലെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു. ഇന്നാ പ്രസാദം കൊണ്ടുപോയി കൊടുത്തു നോക്കേ. മേടിക്കുമെന്നറിയില്ല. എനിക്കെങ്ങും വേണ്ട. ഓ എന്നതാ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരി. എനിക്കൊന്നും വിശ്വാസമില്ല. അങ്ങനെയൊന്നും അറിയത്തില്ലാത്ത പോലെ. അച്ഛന്റെ പെൻഷൻ വാങ്ങാം. അച്ഛൻ കൊണ്ടുവന്ന പ്രസാദം വാങ്ങാൻ പറ്റത്തില്ല. അതെ, ഇവിടെ തന്നെ ആയാമേ. നീ എന്റെ ഇത് മേടിക്കും കേട്ടോ. പെൻഷനേ എന്റെ അവകാശമാ, അത് ഞാൻ വാങ്ങിക്കും. അതുപോലാണോ ഇത്? വെഡിങ് ആനിവേഴ്സറി കരുതിന് വേണ്ട ഞാൻ ആചരിക്കാൻ പോകുന്നത്. അത് ശരി. എടി അച്ഛൻ ചായ എടുക്ക്. വേണ്ട മോളെ, ഞാൻ കുടിച്ചതാ. ഇന്നത്തെ പേപ്പറല്ലേ ഇത്? അച്ഛൻ ഇന്ന് ഇവിടുന്നുണ്ടാവേ. പൈലപ്പൻ ചേട്ടനെ വിളിച്ചോ. സച്ചിയോടും കാര്യത്തോടും ഞാൻ വരാൻ പറയാം. നിന്റെ അമ്മായിമ്മ വെച്ച് വിളമ്പി തരുമെങ്കിൽ ഞാൻ ഉണ്ണാം. വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടാം വെച്ചുണ്ടാക്കി. അതിന് ഇവിടെ ആരുടെയും മോചാരം വേണ്ട. നീ സിതാര മോളെ അങ്ങോട്ട് പോരെ, നമുക്ക് അവിടെ നിന്നുണ്ടാം. നിന്റെ അമ്മ വരുമെങ്കിൽ അവളെ കൂട്ടിക്കോ. സഖാവേ പോയാലോ? ഞാനൊക്കെ വരികയില്ല. എടാ, എന്നാ നിങ്ങൾ അവിടെ നിന്ന് പോരുമ്പോ ഞാൻ കുറച്ച് പായസം തന്നു വിടാം. അത് ചിലപ്പോ കുടിക്കുമായിരിക്കും. അച്ഛമ്മ അതേ കറുത്ത തുണി എന്നാത്തിനാ? കരിങ്ങോടി കെട്ടാൻ അച്ഛമ്മ പറഞ്ഞില്ലേ?